Hi friends, welcome to Nisha's Home Cooking. ഇന്ന് ഞാനൊരു ചട്നിയുടെ സീരീസ് ആണ്. കോക്കനട്ട് ചട്നി എങ്ങനെയൊക്കെയാണ് നമുക്ക് 3 വെറൈറ്റീസ് ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് റെഡ് ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ അര കപ്പ് തേങ്ങ. അര കപ്പ് എന്ന് പറയുമ്പോൾ ഇതാണ് ഇതിന്റെ തേങ്ങ. അതായത് ഒരു ഫുൾ തേങ്ങയുടെ 4 തേങ്ങ ഉണ്ടാവും. അത് അത്ര എടുത്തിട്ടുണ്ട്. പിന്നെ അതിനനുസരിച്ച് ഒരു 2 പച്ചമുളക്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടി വേണോ കൂടുതലോ കുറവോ മതിയെങ്കിൽ അതിനനുസരിച്ച് മാറ്റും. ഞാനിപ്പോൾ 2 മുളകാണ് അതിനകത്ത് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. ഒരു 4 ഉള്ളി എടുക്കും. കുറച്ച് കറിവേപ്പില. ഇതിൻ്റെ കൂടെ ഞാനൊരു 4 ഇല കറിവേപ്പിലയും കൂടെ അരിക്കുന്നുണ്ട്. പിന്നെ ഒരു ഉപ്പ് കുറച്ച് നമുക്ക് വേണേൽ പിന്നെ ഇടാമല്ലോ. ഓക്കെ, കുറച്ച് വെള്ളം. ഇതെല്ലാം നമുക്ക് ആവശ്യമനുസരിച്ച് ഒഴിക്കാവുന്നതുകൊണ്ട് അതും കുറേശ്ശെ ഒഴിച്ചാണ്. നമുക്ക് ഇതിപ്പോൾ ചട്നി 2 മുളക് അരച്ചപ്പോഴത്തേക്കും ഒട്ടും കളറൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് റെഡ് കളർ തന്നെ ഞാൻ ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡർ ഒരു കുറച്ചൊന്ന് കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണേ ഇടുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ചട്നി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഇതിന് കടുക് പൊട്ടിക്കാനായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് പഴച്ചവിടെ ഇരിക്കട്ടെ. നമുക്കത് ചീനിച്ചട്ടി വെക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ കടുക് പൊട്ടി തുടങ്ങി. ഓക്കെ, ഒരു ചെറിയ ഉള്ളി അരിഞ്ഞതങ്ങോട്ട്. അപ്പം ഞാൻ ഇത്രയും കടുക് എണ്ണ ഒഴിച്ചത് എനിക്കിപ്പോൾ 2 ചമ്മന്തിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. നമ്മൾ റെഡ് കളറും ഉണ്ടാക്കുന്നുണ്ട്, പച്ചമുളക് ഇട്ട് വൈറ്റ് കളറും ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മതി എണ്ണ ഓയിലിൽ കടുക് പൊട്ടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഒഴിച്ചതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എനിക്ക് 2 എണ്ണത്തിനും കൂടി ഉള്ളതാണ്. ഒന്നിച്ച് ചെയ്യുവാണ്. അപ്പോൾ അത് മൂത്ത് വരുമ്പോൾ ഞാൻ ഒരു 3 മുളക് നടുവ് 2ആയിട്ട് മുറിച്ചിട്ട് ഇപ്പോൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണേൽ തീ ഓഫ് ചെയ്യാം. അതിനകത്തുള്ള ചൂടി തന്നെ അത് മൂത്തോളും. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തു. ഇതിൻ്റെ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി അങ്ങോട്ട് ഇടുക. ബൗളിലോട്ട് മാറ്റുവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഈ ചമ്മന്തിക്ക് അകത്തിട്ട്, അപ്പം എനിക്ക് ഇത് പോരാ നീട്ടം, ഇതുപോലെ കട്ടയായിട്ടല്ല ഞാൻ ഇരിക്കാറ്. അപ്പോൾ എനിക്ക് ആവശ്യത്തിന് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുവാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കട്ടയായിട്ട് മതി, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇത്ര നീട്ടം എത്ര വേണം, അതൊക്കെ നമ്മുടെ താല്പര്യം പോലെയാണ്. എനിക്കിപ്പോൾ സാധാരണ ഞാൻ കുറച്ചും കൂടി നീട്ടിയാണ് എടുക്കാറ്. കടുക് പൊട്ടിച്ച ചീനിച്ചട്ടിയിലോട്ട് തന്നെ ഇപ്പം ഈ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി. ഈ സമയത്ത് തീ കുറച്ച് വെക്കണം. അപ്പോൾ ഇത് കണ്ടോ, കൺസിസ്റ്റൻസി നോക്കിയപ്പോൾ ഇത്ര നീണ്ട. ഞാൻ സാധാരണ എടുക്കുമ്പോൾ കുറച്ചും കൂടി നീട്ടി. ഇപ്പം നമുക്ക് ഓരോരുത്തർക്ക് എത്രത്തോളം വെള്ളം വേണം എന്നുള്ളതനുസരിച്ച് നമുക്കത് നീട്ടിയെടുക്കാം. ഇട്ട് തിളപ്പിക്കരുത്. സൈഡിൽ നിന്ന് തിള വരുമ്പോൾ തന്നെ നമ്മളതിനെ ഓഫ് ചെയ്യണം. ഇപ്പോൾ സൈഡിൽ നിന്ന് നന്നായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മളിനി ഒരു വൈറ്റ് ചട്നി, അതായത് ഗ്രീൻ ചട്നി ഉണ്ടാക്കുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ചെറിയുള്ളി, പിന്നെ ഇതിനകത്ത് പച്ചമുളകാണ് നമ്മളിടുന്നത്. അപ്പോൾ ഞാനൊരു വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒരു 4-5 ഉള്ളിയും കൂടിയാണ് ആദ്യം ഇടുന്നത്. ജാറിലോട്ട്, മിക്സർ ജാറിലോട്ട് നമുക്കിതൊന്ന് ഒടിച്ചിടാം. പിന്നെ ഒരു 4-5 ഉള്ളിയും കൂടി ഇട്ടു. പിന്നെ ഒരു 3-4 ഇല കറിവേപ്പില, പിന്നെ തേങ്ങ.
1/2 ടീസ്പൂൺ ഉപ്പ്. ഉപ്പ് പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഇടുമോ, ഇതിപ്പോൾ കുറച്ചിടുന്നുള്ളൂ. പിന്നെ ഞാനിപ്പോൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ആദ്യം അരയ്ക്കാം. നമ്മുടെ ചട്നിയുടെ ഇത് ആ ഒരു കൺസിസ്റ്റൻസി ഞാൻ ചെന്നിട്ട് തന്നെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. നമുക്കത് ചീനിച്ചട്ടി വെച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ ഓയിൽ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. നേരത്തെ രണ്ടും കൂടി ഒന്നിച്ചാണ് റെഡിനും ഗ്രീനിനും ഉള്ള ചട്നി നമ്മൾ കടുക് പൊട്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ ആദ്യമായിട്ട് ചീനിച്ചിട്ട് വെച്ചതുകൊണ്ട് ഞാൻ ഒരു ശകലം എണ്ണ ഒഴിച്ചേക്കണത്. അപ്പോൾ നമ്മൾ ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് ചമ്മന്തി ഒഴിച്ചു. ഇതും തിളയ്ക്കരുത്. സൈഡ് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. ഇങ്ങനെ തേങ്ങായും വെള്ളവും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കാണിക്കും. നമുക്ക് ചമ്മന്തി കാണാൻ ഒരു സുഖം ഉണ്ടാകത്തില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് സൈഡ് തിളച്ച് വരുമ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്യണം. ഉപ്പൊക്കെ പാകത്തിനാണ്. ഓഫ് ചെയ്യാം. പിന്നെ ഇപ്പോൾ അടുത്ത് നമ്മൾ വേറൊരു ചട്നി എന്ന് പറയുന്നത് ഇത് കട്ട ചമ്മന്തിയാണ്, നീട്ടുന്നില്ല, കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ചേർക്കുന്നത് മല്ലിയിലയാണ് ഇതിനകത്ത് കൂടുതൽ ചേർത്താണ് നമ്മൾ അരയ്ക്കുന്നത്. മല്ലിയുടെ കണ്ണ് കൂടുതലാണ്. അതുപോലെ ഒരു കറിവേപ്പില ഇതിനകത്ത് കൂടുതൽ അരയ്ക്കണം, ഒരു 2-3 തണ്ട്. പിന്നെ ഒരു പച്ചമുളക്. നമ്മൾ എത്ര തേങ്ങ എടുക്കുന്നത്, ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ, ഒരു 1/2 കപ്പ് തേങ്ങയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത്രയും തന്നെ ഉള്ളിയും ചേർക്കും. ഇപ്പോൾ ഒരു 5-6 പീസ് ഉള്ളി നല്ലപോലെ കറി ഇത് നമുക്കെല്ലാം കൂടി ഇട്ട് അരച്ച് ചേർക്കാം. ഇത് നമുക്ക് ഇഡലിയുടെ കൂടെ നമുക്ക് സാമ്പാറും ഈ ചട്നിയും കൂടി ഉണ്ടെങ്കിൽ ഇതാണ് നല്ല കോമ്പിനേഷൻ. ഇത് ഇഡലിക്ക് സ്പെഷ്യലായിട്ട് സാമ്പാറിൻ്റെ കൂടെയുള്ള കോമ്പിനേഷനാണ് ഈ ചട്നി. ഇത് നമ്മൾ നീട്ടാത്ത ചമ്മന്തി ആയത് നമുക്ക് ഉപ്പ് കുറച്ചിട്ടാൽ മതി. കാരണം പിന്നീട് വേണമെങ്കിൽ ഇട്ടാൽ മതി. കൂടി പോയാൽ പിന്നെ നമുക്ക് നീട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ചിടാം. നമുക്കിത് 2-3 പ്രാവശ്യമായിട്ട് വേണം അരയ്ക്കാൻ. വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് നമുക്ക് കുറേശ്ശെ ഇങ്ങനെ അടച്ചടിച്ച് വേണം അത് കൊടുത്ത് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചമ്മന്തി കണ്ടോ ഇതുപോലെയാണ് കിട്ടുന്നത്. അടിച്ചെടുക്കും. നമ്മൾ ഉള്ളി അതിനകത്ത് നമ്മൾ ഇടുമ്പോൾ അനുസരിച്ച് ഉള്ളിയുടെ വെള്ളത്തിൽ നിന്നും കൂടിയാണ് ഇത് അരയുന്നത്. നമുക്ക് ഇങ്ങനെ അരച്ചെടുക്കാം. ഈ ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്ക് ഇഡലിയുടെ കൂടെ സാമ്പാറും ഇഡലിയും ഈ ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് 3-4 പേരെ കൊണ്ട് ഇച്ചിരി കൂടിയൊക്കെ വേണം. ഇപ്പം ഇത് എല്ലാ ചമ്മന്തിയും കൂടി അരച്ചത് കൊണ്ട് ഇത്ര അരച്ചുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിന് നേരത്തെ കടുകും കറിവേപ്പിലയും മുളകും കൂടി വറുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ചമ്മന്തിയുടെ പുറത്തോട്ട് ഇട്ട് കൊടുക്കാം. കാരണം ഇത് ചെയ്യുന്ന വെച്ചാൽ ഒരേ ചീനിച്ചട്ടി തന്നെ എല്ലാ പരിപാടിയും കൂടെ നമുക്ക് ഒന്നിച്ച് കഴിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഈസിയിൽ ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യം ഒന്ന് എടുത്ത് അത് തന്നെ എടുത്ത് മാറ്റി വെക്കുന്നത്. അപ്പോൾ നമ്മുടെ 3 ടൈപ്പിലുള്ള കോക്കനട്ട് ചട്നീസ് റെഡി ആയിട്ടുണ്ട്. ഇത് ദോശയ്ക്ക് ഇഡലിക്ക് എല്ലാം വളരെ ഇതാണ് അതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത്. ദോശ ഇഡലിയും ഇതും കൂടി ഇതില്ലാതെങ്കിൽ അവരുടെ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഈ ചട്നികളൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി ഇതുപോലെ കഴിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാലേ നോട്ടിഫിക്കേഷൻസ് വരികയുള്ളൂ.